ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷനിൽ ആദ്യം പ്രധാന വാർത്തകൾ. സലീം രാജ് ഉൾപ്പെട്ട ഭൂമി തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശം. ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ജനങ്ങളോട് മറുപടി പറയണം. സലീം രാജ് നടത്തിയത് വെറും തട്ടിപ്പല്ലെന്നും കോടതി. കളമശ്ശേരി കടകംപള്ളി തട്ടിപ്പ് കേസുകൾ CBIക്ക് വിട്ടു. കോടതി വിമർശം തന്റെ ഭാഗം കേൾക്കാതെയെന്നും രാജിവെക്കില്ലെന്നും ഉമ്മൻചാണ്ടി. BJP നേതൃത്വത്തിനെതിരെ മുക്താർ അബ്ബാസ് നഖ്വി. പ്രതിഷേധം JDU നേതാവ് സാബിർ അലിക്ക് പാർട്ടി അംഗത്വം നൽകിയതിൽ. ദാവൂദ് ഇബ്രാഹിമിനെയും പാർട്ടി സ്വീകരിക്കുമെന്ന് നഖ്വിയുടെ പരിഹാസം. സോണിയാഗാന്ധിക്കെതിരെ റായ്ബറേലിയിൽ മത്സരിക്കാനില്ലെന്ന് ഉമാഭാരതി. റായ്ബറേലിയുടെ കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നും ഉമാഭാരതി. N. ശ്രീനിവാസനെ BCCI പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റി. IPLന്റെ ചുമതല സുനിൽ ഗാവസ്കർക്ക്. ബോർഡിന്റെ ഭരണപരമായ ചുമതല വൈസ് പ്രസിഡന്റ് വഹിക്കണമെന്നും കോടതി. ചെന്നൈ രാജസ്ഥാൻ ടീമുകൾക്ക് IPL കളിക്കാം. ഒരു കളിക്കാരനെയും വിലക്കാനാവില്ലെന്ന് സുപ്രീം കോടതി. അബ്ദുൽ നാസർ മഅദനിയെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് സുപ്രീം കോടതി. മെഡിക്കൽ റിപ്പോർട്ട് കോടതിക്ക് നൽകണം. ജാമ്യാപേക്ഷയിൽ തീരുമാനം പിന്നീട്. T20 ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് 139 റൺസ് വിജയലക്ഷ്യം. അമിത് മിശ്രയ്ക്ക് 3 വിക്കറ്റ്. വെസ്റ്റ് ഇൻഡീസിനോട് തോറ്റ് ഓസ്ട്രേലിയ ടൂർണമെന്റിൽ നിന്ന് പുറത്ത്. വിൻഡീസിന്റെ ജയം 6 വിക്കറ്റിന്. മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാൻ സലീം രാജ് ഉൾപ്പെട്ട ഭൂമി ഇടപാട് കേസ് CBI അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. 9 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദ് വാക്കാൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെട്ട കേസിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് വിധി പ്രസ്താവത്തിൽ ഉള്ളത്. അവ ഇങ്ങനെയാണ്. കളമശ്ശേരി കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസുകളിൽ ഉൾപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സലീം രാജിനെതിരെ ചേവായൂരിലടക്കം വേറെയും ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. സരിതയുടെ കേസിലും ഉൾപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജനങ്ങളെ സേവിക്കുന്ന മാതൃകാ സ്ഥാപനം ആവേണ്ടതാണ്. ഓഫീസിൽ കുറ്റവാളികളടക്കം നുഴഞ്ഞുകയറുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്തമുണ്ട്. കടകംപള്ളി കളമശ്ശേരി ഭൂമിയിടപാട് കേസുകളെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പത്തടിപ്പാലം സ്വദേശിനി ഷെരീഫ, കടകംപള്ളി സ്വദേശി പ്രേംചന്ദ് എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഞങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ CBCID ഞങ്ങളുടെ മൊഴിയെടുത്തപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേസിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ, അഡീഷണൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ, 2 തഹസിൽദാർമാർ തുടങ്ങിയവർക്കെതിരെ അന്വേഷണം വേണമെന്ന് ഉത്തരവിലുണ്ട്. ഇതൊരു സാധാരണ വസ്തുതട്ടിപ്പ് കേസായി കാണാൻ കഴിയില്ലെന്നും സലീം രാജ് വെറും ഗൺമാൻ അല്ല, അധികാര കേന്ദ്രമാണെന്നും കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. പലപ്പോഴായി സർക്കാരിനെതിരെ കോടതി വലിയ പരാമർശങ്ങൾ നടത്തിയ കേസുകൂടിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുന്നതും. ക്യാമറാമാൻ അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം സന്ധ്യ, മീഡിയ 1 കൊച്ചി. ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. CBI അന്വേഷണം സർക്കാർ നേരത്തെ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നതാണ്. സർക്കാരിന് ഇക്കാര്യത്തിൽ ഒന്നും മറക്കാനില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. തന്റെ ഭാഗം കേൾക്കാതെയാണ് കോടതി വിമർശിച്ചതെന്നും കോടതി വിമർശത്തിന്റെ പേരിൽ രാജിവെക്കില്ലെന്നും ഉമ്മൻചാണ്ടി ആലപ്പുഴയിൽ പറഞ്ഞു. ജുഡീഷ്യൽ അന്വേഷണം, ഏത് കാര്യവും ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധി വരിക, അന്വേഷിക്കട്ടെ. ആർക്ക് വേണമെങ്കിലും അവിടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. ഇതിപ്പം എന്നെപ്പോലും കേൾക്കാതെയാ പറഞ്ഞെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഒരു സാമാന്യ നീതി എനിക്ക് കിട്ടിയിട്ടില്ല. എന്നെ വിമർശിക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഒന്ന് ആരാണ്ട്, എനിക്കൊരു പരാതിയില്ല കേട്ടോ, ഞാൻ ഒരിടത്തും പരാതിപ്പെടാനും പോകുന്നില്ല. അത് നടക്കത്തില്ല. ഞാൻ ജനകീയ കോടതിയുടെ മുമ്പിലേക്ക് പോവുക. ഞാൻ ജനകീയ കോടതിയുടെ മുമ്പിലേക്ക് പോവുക. കോൺഗ്രസ് നേതാവ് VV പ്രകാശ്, അദ്ദേഹം കാസർഗോഡ് ബ്യൂറോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം കൊല്ലത്തു നിന്ന്. ഒപ്പം കടകംപള്ളി ലാൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹിയും ഭൂമി തട്ടിപ്പിന് ഇരയായ ആളുമായ കിഷോർ, അദ്ദേഹം തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. CPM നേതാവ് MV ജയരാജനെയും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം കിഷോറിലേക്ക്. കിഷോർ, ഇന്ന് മുഖ്യമന്ത്രി ആലപ്പുഴയിൽ വാർത്താ സമ്മേളനം നടത്തി വിശദീകരിച്ചത് ഈ ഭൂമി തട്ടിപ്പ് കേസ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായതാണെന്നും അന്ന് ഇതൊരു സിവിൽ കേസാണ് എന്ന് പറഞ്ഞ് അന്നത്തെ ആഭ്യന്തരമന്ത്രി റഫർ ചെയ്തതാണ് എന്നുമാണ് മുഖ്യമന്ത്രി നൽകിയ ഒരു വിശദീകരണം. മറ്റൊന്ന്, ഇത് ചില വ്യക്തികൾ തമ്മിലുള്ള തർക്കം മാത്രമാണ്, അതിൽ സർക്കാരിൻ്റെ ഭൂമിയാണ് എന്ന് ഒരു പക്ഷം വാദിക്കുന്നു, മറുപക്ഷം അത് തങ്ങളുടേതാണ് എന്നും വാദിക്കുന്നു. ഇതിൽ സർക്കാരിന് ഒന്നും ചെയ്യാനില്ല എന്നുമാണ്. ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ട്?
കിഷോറുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ എന്തോ തകരാറുണ്ട്. തിരിച്ചു വരാം വി വി പ്രകാശിലേക്ക്. ശ്രീ വി വി പ്രകാശ്, ഇവിടെ ഇന്ന് കോടതി ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം, ഇടതുപക്ഷ മുന്നണി പ്രതിപക്ഷം ദീർഘകാലമായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ തട്ടിപ്പിൽ ആരോപണ വിധേയരാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു നിൽക്കാനാവില്ല എന്ന ആക്ഷേപം പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിച്ചു വന്നിരുന്നു. ഈ സംശയം ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലും ഉണ്ടാകാം. ആ സംശയമാണ് ഇന്ന് കോടതി വീണ്ടും പ്രകടിപ്പിച്ചത്. ഈ കേസിൽ നിരന്തരം ഇത്തരം വിമർശനങ്ങൾക്ക് വിധേയമാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയെ തന്നെയും കോടതി വിമർശിക്കുമ്പോൾ അത് കോൺഗ്രസിനും സർക്കാരിനും UDF-നും വലിയ തലവേദനയല്ലേ? ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ്റിനോ കോൺഗ്രസ് പാർട്ടിക്കോ മുഖ്യമന്ത്രിക്കോ ഒന്നും മറച്ചു വയ്ക്കാനില്ല എന്നും, അതുകൊണ്ടാണ് ഈ സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോടതിയിൽ വന്ന ഹർജിയിൽ അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് CBI അന്വേഷണം ആകട്ടെ എന്ന നിലപാട് ആദ്യമേ തന്നെ സ്വീകരിച്ച ഗവൺമെൻറ്റിൻ്റെയും മുഖ്യമന്ത്രിയും നിലപാടുകൾ കാണാതെ പോകുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പാസീവായിട്ടുള്ള കമൻറ്റുകൾ അത് മുഖവിലക്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. നീതിപീഠങ്ങളോട് പ്രത്യേകിച്ചും കോടതികളോട് അങ്ങേയറ്റം ബഹുമാനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടിയും ഒക്കെ വളരെ നീതിബോധമുള്ള ഭരണാധികാരിയാണ് അദ്ദേഹം. ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരം പരാമർശങ്ങൾ ഉളവായ സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വാസ്തവത്തിൽ പൊതുസമൂഹം ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഉന്നതമായ വ്യക്തിത്വമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. ശ്രീ വി വി പ്രകാശ്, അത് പറയുമ്പോൾ തന്നെ ശ്രീ വി വി പ്രകാശ്, മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചത് CBI അന്വേഷണം ആകട്ടെ, സർക്കാരിന് ഒന്നും മറച്ചു വെക്കാനില്ല എന്ന് തന്നെയാണ്. അത് തന്നെ താങ്കൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ വിമർശങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് ഒരു സാഹചര്യമുണ്ട്. ഇന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയത്, ഇൻ്റലിജൻസ് നൽകുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കി കൂടി വേണം പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ മന്ത്രിമാർ തീരുമാനിക്കാൻ എന്നാണ്. സലിം രാജിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഇൻ്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നുവെന്നും അത് അവഗണിച്ചുകൊണ്ടാണ് സലിം രാജിനെ ഗൺമാനായി തുടരാൻ മുഖ്യമന്ത്രി അനുവദിച്ചത് എന്നുമുള്ള ആക്ഷേപം നിലനിൽക്കുന്നു. ഈ കേസിൽ തന്നെ മുൻപ് കോടതികളിൽ സർക്കാർ എടുത്ത നിലപാടുകൾ, സലിം രാജിൻ്റെ ടെലിഫോൺ രേഖകൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാകും എന്ന് പറഞ്ഞ് സ്റ്റേ മേടിച്ചത്, സോളാർ തട്ടിപ്പ് കേസിൽ സലിം രാജ് ആരോപണ വിധേയനല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പങ്കില്ല എന്ന മട്ടിൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തത്, ഇത്തരം കാര്യങ്ങളിലൂടെ കോടതിയുടെ വിമർശം സർക്കാർ ക്ഷണിച്ചു വരുത്തുകയല്ലേ ചെയ്തത്? ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഈ കേസും സോളാർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും ഈ കേസുകളിലുമൊക്കെ ഗവൺമെൻറ് എടുത്ത നിലപാടുകൾ വളരെ സുതാര്യമാണ്. മുഖ്യമന്ത്രി എടുത്ത നിലപാടുകൾ വളരെ സുതാര്യമാണ്. ഗവൺമെൻറ്റിന് നേരിട്ട് പങ്കില്ലാത്ത, ഗവൺമെൻറ്റിന് ഒരു രൂപ പോലും നഷ്ടം വരാത്ത രണ്ട് സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള ഇടപാടിൽ ഗവൺമെൻറ് എടുക്കേണ്ട നിലപാടുകൾ വളരെ കൃത്യമായി തന്നെ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഈ കേസിൻ്റെ ആദ്യം മുതലെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, പ്രതികളെ ശിക്ഷിക്കുന്നതിനോ അതിനകത്ത് ഇരകളായവർക്ക് നീതി നിവർത്തിച്ചു കൊടുക്കുന്നതിനോ ഉള്ള താല്പര്യത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയ മാനം കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയെ വേട്ടയാടാനും മുഖ്യമന്ത്രിയുടെ രക്തത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടുള്ള നീക്കമാണ് ഉടനീളം ഉണ്ടായിട്ടുള്ളത്. അത് ശരിയാണോ എന്ന് ഈ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. മാത്രമല്ല, ഉമ്മൻചാണ്ടിയെപ്പോലുള്ള ഭരണാധികാരി ഞാൻ ജനങ്ങൾക്ക് മുൻപിലേക്ക് ഇതാ പോകുന്നു എന്ന് പറഞ്ഞ് ആർജവത്തോടെ നിൽക്കുന്ന ഒരു ഭരണാധികാരിയാണ്. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഗവൺമെൻറ്റിനൊന്നും മറച്ചു വെക്കാനില്ല. സുതാര്യമായ അന്വേഷണം, സത്യസന്ധമായ ഒരു കാര്യം കൂടി, സർക്കാരിനൊന്നും മറച്ചു വെക്കാനില്ല. ഇതുവരെ നടന്ന അന്വേഷണങ്ങളിലൊക്കെ സർക്കാർ നീതിയുടെ ഭാഗത്താണ് നിന്നത് എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നു. ഇനി വേണമെങ്കിൽ CBI അന്വേഷണം ആയിക്കോട്ടെ, ജുഡീഷ്യൽ അന്വേഷണവും നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നു. പക്ഷേ ഈ കേസിൽ ആരോപണ വിധേയർ നൽകിയ പരാതിയുടെ ഇരകളാക്കപ്പെട്ടവർ, തട്ടിപ്പിന് ഇരകളാക്കപ്പെട്ടവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരിടത്തു പോലും സലിം രാജിൻ്റെ പേര് പരാമർശിക്കാൻ പോലീസ് തയ്യാറായില്ല. അതൊക്കെ കാണിക്കുന്നത് ഉന്നതമായ ചില ഇടപെടലുകൾ സലിം രാജിന് വേണ്ടി നടക്കുന്നു എന്നത് തന്നെയല്ലേ? നിങ്ങൾ അങ്ങനെ സംശയിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇത് പറയുന്നില്ല? സലീം രാജിനെതിരായിട്ട് ഈ കേസ് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്ന സന്ദർഭങ്ങളിൽ അത് വാക്കാൽ പറഞ്ഞു, പിന്നെ രേഖാമൂലം എഴുതി കൊടുത്തു. അങ്ങനെ ഒരു അന്വേഷണം ആവട്ടെ എന്ന നിലപാട് സ്വീകരിച്ചതിന് സത്യത്തിൽ ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹം മുഖ്യമന്ത്രി അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? മടങ്ങിയെത്താം വി വി പ്രകാശ് താങ്കളിലേക്ക്. കിഷോർ, നേരത്തെ ചോദിച്ചത് ഇന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ച രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇത്
കുടുംബത്തർക്കമാണ് ഈ തട്ടിപ്പ് കേസിന് ആധാരമായത്. അവരുമായി നേരിട്ട് സംസാരിച്ചപ്പോൾ ഇത് ആരുടെ ഭൂമിയാണ് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ മറുപടി പറഞ്ഞ തർക്കത്തിൽ വന്ന ഈ തട്ടിപ്പിനിരയായി അല്ലെങ്കിൽ തട്ടിപ്പ് നടന്നു എന്ന് ആരോപിച്ച് രംഗത്ത് വന്ന ഒരു കൂട്ടർ ഇത് തങ്ങളുടെ ഭൂമിയാണെന്നും മറുകൂട്ടർ ഇത് സർക്കാർ ഭൂമിയാണ് എന്നുമാണ് പറഞ്ഞത്. ഇതിൽ നിന്ന് തന്നെ തർക്കം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ളതാണ് അല്ലെങ്കിൽ കുടുംബത്തർക്കമാണ് എന്നത് വ്യക്തമാണ് എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അത് വസ്തുതയാണോ? ഈ കേസിൽ ഇതുവരെ നടന്ന അന്വേഷണത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സ്വാധീനിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ കിഷോറിന്? ഞാൻ കടമ്പള്ളി ഭൂമി തട്ടിപ്പിലെ ഒരു വ്യക്തിയാണ്. അപ്പോൾ കടമ്പള്ളി ഭൂമി തട്ടിപ്പിൻ്റെ കാര്യം പുറത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു നീതിയും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട് ഒരു CBI അന്വേഷണത്തിലോട്ട് ഈ കേസ് പോയെന്നുള്ളത് വേണം ആദ്യമായി പരിശോധിക്കേണ്ടത്. ആദ്യമായി തന്നെ ഞങ്ങൾ ഏറ്റവും താഴത്തെ ലെവലിലുള്ള ഓഫീസർമാർക്ക് പരാതി കൊടുത്തു, റവന്യൂ സെക്രട്ടറിക്ക് പരാതി കൊടുത്തു, റവന്യൂ മന്ത്രിക്ക് പരാതി കൊടുത്തു, DGPക്ക് പരാതി കൊടുത്തു, കമ്മീഷണർ പരാതി കൊടുത്തു. ഇതെല്ലാത്തിലും പലതിലും ആദ്യം ഞങ്ങൾക്ക് സലീം രാജ് ഉണ്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ സലീം രാജ് ഉള്ള പരാതികൾ കൊടുത്തിട്ട് പോലും ഈ പരാതി സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർ പേടിച്ച് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള നീതി നിഷേധങ്ങളെല്ലാം കാരണം ഞങ്ങൾ സഹികെട്ട് മാത്രമാണ് നമ്മൾ ഒരു WPC ഫയൽ ചെയ്ത് ഹൈക്കോടതി CBI അന്വേഷണം തന്നെ വേണമെന്ന് പറഞ്ഞ് മുന്നോട്ടിറങ്ങിയത്. അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം കിട്ടിക്കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം CBIയിലുള്ളതും പോലീസ് ഉദ്യോഗസ്ഥരാണ്, കേരള സർക്കാരിൻ്റെ പോലീസിലുള്ളതും വിദഗ്ധരായ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവരെ കൊണ്ട് അന്വേഷിക്കാൻ പറ്റാത്ത ഒരു കേസുകളും ഇവിടെ ഇല്ല. പക്ഷേ ഇത് CBI കൊണ്ട് മാത്രമേ അന്വേഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു നിലപാടിലോട്ട് ഞങ്ങളും ബഹുമാനപ്പെട്ട കോടതി എത്തിച്ചേർന്നത് ഗവൺമെൻറ്റിൻ്റെ ഈ കേസിലുള്ള ഞങ്ങളോടുള്ള നിസ്സഹകരണ അവസ്ഥ മാത്രമാണ്. കിഷോർ, ഒരു കാര്യം കൂടി, കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്താണ് ഈ തട്ടിപ്പിന് ആധാരമായ ഇടപാടുകൾ നടന്നത് എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുകയുണ്ടായി. കോടിയേരി ബാലകൃഷ്ണൻ എന്ന ആഭ്യന്തരമന്ത്രിയായിരിക്കും ഇതൊരു സിവിൽ കേസാണ്, അതുകൊണ്ട് തന്നെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ട സാഹചര്യമില്ല എന്ന് ഫയലിൽ കുറിക്കുകയും ചെയ്തു എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ട്? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ ഉയർന്നിരുന്നോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും വിധത്തിലുള്ള പ്രതികരണം അന്നത്തെ ഭരണാധികാരികളിൽ നിന്ന് ഈ ലാൻഡ് ഓണേഴ്സ് അസോസിയേഷന് ലഭിച്ചിരുന്നു? ഇങ്ങനെ ഒരു പരാതി ഞങ്ങൾ റൂറൽ SPക്ക് കൊടുത്തിരുന്നു. റൂറൽ SPയുടെ അന്വേഷണ ചുമതലയായി ഒരു DYSP DCRB രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു സാറ് ഇത് അന്വേഷിക്കുകയുണ്ടായി. പക്ഷേ പുള്ളിക്കാരന് ഈ കേസിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ്, അതായത് ഫോർജറി, ക്രിമിനൽ ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, അങ്ങനെയുള്ള എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസിനെയും മറയാക്കി ഒരേ വസ്തുവിന് തന്നെ 2-3 ആധാരം ചമച്ച കേസ് വരെ ഇതിൽ ഉണ്ടായിഞ്ഞിട്ട് അതിനെതിരെ ഒന്നും ഒരു കേസ് പോലും എടുക്കാതെ ഇതൊരു സിവിൽ കേസായിട്ട് തള്ളി. അത് ഒരു ഗവൺമെൻറ്റിൻ്റെ കുഴപ്പം ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ള സംഭവം ആയിരിക്കണം. കാരണം അയാളെ വൻ കോഴകൾ ഇതേ തട്ടിപ്പ് സംഘം തന്നെ കൈക്കൂലി കൊടുത്ത് കീഴ്പ്പെടുത്തിയിട്ടുണ്ടാവണം. മടങ്ങിയെത്താം അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണനിലേക്ക്. ഉണ്ണികൃഷ്ണൻ, ഈ തട്ടിപ്പ് കേസ് ഈ തട്ടിപ്പ് കേസ് പരിഗണിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് നിരന്തരം ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇതേ കേസ് പരിഗണിച്ചപ്പോൾ മുഖ്യമന്ത്രി എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്ന ചോദ്യമാണ് കോടതി ഉന്നയിച്ചത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തട്ടിപ്പുകാരായ ആളുകൾ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കുണ്ട്. അതിന് മുഖ്യമന്ത്രി ജനങ്ങളോട് മറുപടി പറയണം എന്ന തരത്തിലുള്ള പരാമർശം നടത്തിയിരിക്കുന്നു. ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഈ കേസിൽ ഔദ്യോഗികമായൊരു അന്വേഷണം നടക്കുന്നതിന് മുമ്പ് തന്നെ കോടതി നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾ, അതിൻ്റെ സാധുത, അതിൻ്റെ ആവശ്യം അതെന്താണ്? ഈ പറയുന്ന പരാമർശങ്ങളൊക്കെ ഒരു കാരണവശാലും വന്നുകൂടാത്തതാണ്. ഒരു കാരണവശാലും അങ്ങനെ പരാമർശങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ പരാമർശങ്ങൾ ഉണ്ടാവണമെങ്കിൽ മുഖ്യമന്ത്രിയെ പേഴ്സണലായിട്ട് ആ കേസിൽ കക്ഷി ചേർത്ത് അദ്ദേഹത്തിന് പറയാനുള്ളത് കേട്ടിട്ട് വേണമായിരുന്നു അങ്ങനെ പരാമർശങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തന്നെ പറയാൻ പറ്റുന്നത്. ഇത് അനാവശ്യമായിട്ടുള്ള പരാമർശങ്ങൾ ആണ് എന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള പരാമർശങ്ങൾ ഒരു കാരണവശാലും ഇപ്പോൾ കോടതി കേസ് CBIക്ക് വിട്ടു. CBIക്ക് വിട്ടത് തന്നെ കേരള പോലീസ് അന്വേഷിച്ചാൽ അത് നീതി കിട്ടത്തില്ല ഇതിൻ്റെ ആളുകൾക്ക്, പരാതിക്കാർക്ക് എന്ന് മനസ്സിലായിട്ടാണല്ലോ.
അപ്പോൾ അങ്ങനെ വന്നപ്പോൾ CBI അന്വേഷിച്ചിട്ട് അതിനകത്ത് മുഖ്യമന്ത്രിക്ക് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഇതിനകത്ത് പങ്കുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പറയാം, അദ്ദേഹത്തിനെ പേഴ്സണലായിട്ട് ആ കേസിൽ കക്ഷി ചേർത്ത് അദ്ദേഹത്തിനെ നേരിട്ട് കേട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ത്രൂ വക്കീൽ മുഖാന്തരം കേട്ടതിന് ശേഷം അതിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ പറയാം. അദ്ദേഹത്തിനെ കേൾക്കാതെ പറയുക എന്ന് പറഞ്ഞാൽ സ്വാഭാവിക നീതിയുടെ ലംഘനമാണ്. അങ്ങനെ പറയാൻ പാടില്ല. മാത്രമല്ല, ഇങ്ങനെയുള്ള ഈ ഔട്ട് ഓഫ് റെലവൻസ് ഇല്ലാത്ത പരാമർശങ്ങൾ പറയുക എന്നുള്ളത് പലപ്പോഴും സുപ്രീം കോടതി അതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി ഇപ്പോൾ തന്നെ അഭയ കേസിൽ ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരെ ഹൈക്കോടതിയുടെ പരാമർശം അദ്ദേഹത്തിനെ നേരിട്ട് കേൾക്കാത്തതായതുകൊണ്ട് സുപ്രീം കോടതി എക്സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരാമർശങ്ങൾ പറയുമ്പോൾ ഇതും വളരെ സീരിയസ് ആയിട്ടുള്ള പരാമർശങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അദ്ദേഹത്തിനെ നേരിൽ കേൾക്കാതിരിക്കുന്നത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, അത് പറയുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ വിട്ടത് കറക്റ്റ് തന്നെയാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ പറയുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് കേട്ടിട്ടില്ല. പക്ഷേ സർക്കാരിൻ്റെ നിലപാട്, മുഖ്യമന്ത്രി പ്രതിനിധാനം ചെയ്യുന്നത് സർക്കാരിനെയാണ്. സർക്കാരിൻ്റെ നിലപാട് കോടതിക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. ഇതിനു മുൻപ് ഈ കേസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇതിനു മുൻപ് സലിം രാജിൻ്റെ ടെലിഫോൺ രേഖകൾ പിടിച്ചെടുക്കണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടപ്പോൾ അതേ ദിവസം തന്നെ ഉയർന്ന ബെഞ്ചിൽ അപ്പീൽ നൽകി ആ വിധി സ്റ്റേ ചെയ്യിക്കാൻ സർക്കാർ ശ്രമിച്ചു. സോളാർ കേസിൽ സലിം രാജിന് പങ്കുണ്ട് എന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി സലിം രാജിന് സോളാർ തട്ടിപ്പ് കേസുമായി യാതൊരു ബന്ധവുമില്ല എന്ന്. ഇത്തരം നടപടിക്രമങ്ങൾ കോടതിക്ക് മുൻപാകെ നടക്കുമ്പോൾ കോടതിക്ക് തന്നെ ചില സംശയങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമല്ലേ? സംശയങ്ങളുണ്ടാകാം. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇത് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞത് തന്നെ. അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് കോടതി ചെയ്തത്. CBI അന്വേഷിക്കണം, ആ ഭാഗം വളരെ ശരിയാണ്. പക്ഷേ ഇങ്ങനെയുള്ള സംശയത്തിൻ്റെയും അനുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിലിരിക്കുന്ന ചീഫ് മിനിസ്റ്റർക്കെതിരെ ഒരു പരാമർശം അങ്ങനെ അനാവശ്യമായിട്ടുള്ള പരാമർശങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നിയമം. റൈറ്റ്, മടങ്ങിയെത്താം VV പ്രകാശിലേക്ക്. ശ്രീ VV പ്രകാശ്, കോടതി നടത്തിയ പരാമർശങ്ങൾ, അതേക്കുറിച്ചുള്ള വിമർശം ഒരുപക്ഷെ ഉണ്ടാകാം. പക്ഷേ അത് നിലനിൽക്കുമ്പോൾ തന്നെ ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർ തട്ടിപ്പ് നടത്തുമ്പോൾ ആ ഓഫീസിൻ്റെ ചുമതലക്കാരനായ മുഖ്യമന്ത്രിക്ക് അതിൽ ഉത്തരവാദിത്വം ഉണ്ടാകേണ്ടതുണ്ട് എന്ന പരാമർശം, ആ അഭിപ്രായത്തിൻ്റെ അന്തസ്സത്ത, അത് നേരത്തെ മുതൽ തന്നെ പ്രതിപക്ഷവും പൊതുസമൂഹത്തിൽ ഉയർന്ന സംശയങ്ങളും ഒക്കെ സാധൂകരിക്കുന്നതല്ലേ? അതിൽ നിന്ന് രക്ഷപ്പെടാൻ CBI അന്വേഷണം നടക്കട്ടെ, CBI അന്വേഷണം വന്നാൽ ഇതൊക്കെ തെളിയുമല്ലോ എന്ന് മാത്രം പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് കൈകഴുകാൻ സാധിക്കുമോ? ഈ കേസിന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ കേസിന് അനാവശ്യമായ രാഷ്ട്രീയ മാനം നൽകി ഈ വിവാദങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് ഈ കേസിന് തുടക്കം മുതലേ ശ്രമിച്ചിട്ടുള്ള. നിയമത്തിൻ്റെ വഴിക്ക് പോകണമെന്നുള്ള കാര്യത്തിൽ വളരെ നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നമുക്കറിയാം, വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ, വിദ്യാർത്ഥി സംഘടനാ നേതൃത്വം വരുന്ന കാലം മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണ്. ഒരു കളങ്കവുമേൽക്കാത്ത വ്യക്തിത്വത്തിന് ഉടമയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല, ഈ വിവാദത്തിൻ്റെ ഒരു ട്വിസ്റ്റ് കൂടി നിങ്ങൾ ആലോചിക്കണം. ലോകത്തിലെ ഏറ്റവും നല്ല ഭരണാധികാരിയായി ലോകം അദ്ദേഹത്തെ ആദരിച്ച സമയം മുതലാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പ്രതിപക്ഷം ഈ സംഭവങ്ങൾക്ക് രാഷ്ട്രീയ മാനം നൽകി. പ്രകാശ്, അങ്ങനെ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നയാളാണ് മുഖ്യമന്ത്രിയെങ്കിൽ കിഷോറിനെ പോലെയുള്ള ആളുകൾക്ക് റവന്യൂ വകുപ്പിന് മുന്നിൽ, റവന്യൂ സെക്രട്ടറിയുടെ മുന്നിൽ, പിന്നീട് റവന്യൂ മന്ത്രിയുടെ മുന്നിൽ, പിന്നീട് DGPയുടെ മുന്നിൽ ഒക്കെ പരാതി നൽകിയിട്ടും നീതി ലഭിക്കുന്നില്ല എന്നൊരു തോന്നൽ അതുണ്ടാകുന്നത് എങ്ങനെയാണ്? അതല്ല, കിഷോർ തന്നെ പറഞ്ഞു സലീം രാജ് തട്ടിപ്പ് നടത്തിയെന്ന് ആദ്യം അവർ പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇതെങ്ങനെ ഇതിൻ്റെയൊക്കെ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ഇടപാടുകളെക്കുറിച്ച് ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശ്രീമതി ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഞങ്ങൾക്ക് അങ്ങേയറ്റം ദുഃഖമുള്ള സംഭവമാണ്. ഇന്ദിരാഗാന്ധിയുടെ സെക്യൂരിറ്റി സ്റ്റാഫിൽപ്പെട്ട 2 പേരാണ് അവരെ വധിച്ചത്. സത്വന്ത് സിംഗും ബിയാൻ സിംഗും സെക്യൂരിറ്റി സ്റ്റാഫായിരുന്നില്ലേ? എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആലോചിക്കേണ്ട വസ്തുതയല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആരാണോ കുറ്റം ചെയ്തത് അവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. ഇവിടെ പ്രചരണങ്ങളും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, പിന്നെ
പ്രതിപക്ഷത്തിൻ്റെ ആരോപണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു CBI അന്വേഷണത്തിൻ്റെ മുൻപിൽ ഭീരുവിനെ പോലെ ഒളിച്ചോടി ലാവ്ലിൻ കേസ് ഇടപാട് വന്ന സന്ദർഭത്തിൽ ആ CBI അന്വേഷിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം നൽകി ഇന്ത്യയിലെ പ്രഗത്ഭരായ അഭിഭാഷകരെ കൊണ്ടുവന്ന് വാദിച്ച് അപമാനിതനായ പിണറായി വിജയനാണ്. മടങ്ങിയെത്താം വി പ്രകാശൻ. ഇപ്പോൾ CPM നേതാവ് MV ജയരാജൻ അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജയരാജൻ, CBI അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണത്തിൽ എന്ത് തെളിഞ്ഞു വന്നാലും അതിന്മേൽ നടപടിയാകാം. അതിനു മുമ്പ് നടത്തുന്ന പരാമർശങ്ങൾ അതിനൊന്നും വലിയ പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ രാജിവെക്കുന്ന പ്രശ്നമില്ല. തൻ്റെ ഭാഗം കേൾക്കാതെയാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായത്. ഇതാണ് മുഖ്യമന്ത്രി നൽകുന്ന വിശദീകരണം. അതിൽ കഴമ്പുണ്ടോ? MV ജയരാജൻ, താങ്കൾക്ക് കേൾക്കാമോ? റൈറ്റ്, മടങ്ങിയെത്താം. കിഷോർ, ഇവിടെ VV പ്രകാശൻ പറയുന്നത് പോലെയാണോ കാര്യങ്ങൾ? നിയമം നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന തോതിൽ തന്നെയാണോ ഈ കേസിൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടലുകൾ ഉണ്ടായത്? നിയമത്തിൻ്റെ വഴിക്ക് തന്നെ നടന്നിട്ടില്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത്. എക്സിക്യൂട്ടീവോ വഴിയോ ഒരു കളക്ടറിനോ ഒരു മുഖ്യമന്ത്രിക്ക് പോലും ഞങ്ങൾ ഈ പരാതി കൊടുത്തല്ലോ. മുഖ്യമന്ത്രിക്ക് സോൾവ് ചെയ്യാനുള്ള പ്രശ്നമല്ലേ ഇവിടെ നടന്നിട്ടുള്ളൂ. മുഖ്യമന്ത്രിക്ക് സോൾവ് ചെയ്ത് തന്നുകൂടെയായിരുന്നു. സുതാര്യ കേരളത്തിൽ ഈ പരിപാടി ഈ പ്രശ്നം ഉന്നയിച്ചു. ഇതൊന്നും മുഖ്യമന്ത്രി സോൾവ് ചെയ്തിട്ടില്ലല്ലോ. മുഖ്യമന്ത്രി ഈ കേസ് വരുമ്പോൾ തന്നെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുന്ന നയമാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് മാത്രമാണ് കോടതി മുഖ്യമന്ത്രിയുടെ എക്സ് ആൻഡ് വൈ കൂടെ നിൽക്കുന്ന ആൾക്കാരെ പറ്റി ഇങ്ങനെ ഒരു വിമർശനം എടുത്തു തന്നെ പറഞ്ഞത്. റൈറ്റ്, മടങ്ങിയെത്താം. MV ജയരാജൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ MV ജയരാജൻ, ഇന്ന് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടു ഇടതുപക്ഷം. അതിന് അദ്ദേഹം നൽകിയ മറുപടി CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, തട്ടിപ്പുകളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിൽ വസ്തുതകൾ പുറത്തു വരട്ടെ, അതിനുശേഷം സംസാരിക്കാം, തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്, താൻ ജനകീയ കോടതിക്ക് മുൻപാകെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊള്ളാം എന്നാണ്. ഇതിനെ എങ്ങനെ കാണുന്നു ഇടതുപക്ഷം? ഹൈക്കോടതി മുഖ്യമന്ത്രിയെ പറ്റി നടത്തിയ രൂക്ഷമായ വിമർശനങ്ങൾ അതാദ്യം മുഖ്യമന്ത്രി ഉൾക്കൊള്ളുന്നുണ്ടോ എന്നതാണ് അറിയേണ്ടത്. ജുഡീഷ്യറിയെ മാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹം തലസ്ഥാനം രാജിവെച്ചൊഴിയുകയാണ് വേണ്ടത്. പലപ്പോഴും ജുഡീഷ്യറിയെ കുറിച്ച് വാതോരാതെ പാടി പുകഴ്ത്തുന്നവർ ജുഡീഷ്യറിയിൽ നിന്ന് ഇതുപോലെയുള്ള ഗവൺമെന്റിന് നീതിരഹിതമായ പെരുമാറ്റങ്ങളെ കുറിച്ച് വിമർശനം ഉയർന്നു വരുമ്പോൾ മൗനം അവലംബിക്കുകയോ ജുഡീഷ്യറിയെ തന്നെ മാനിക്കുകയോ ചെയ്യും വിധത്തിലാണ്. ഇവിടെ സലീം രാജിനെ കേരളത്തിലെ ജനങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. എല്ലാ തട്ടിപ്പുകളുടെയും നായകനാണ്. ഈ തട്ടിപ്പ് നടത്താൻ സലീം രാജിന് എവിടുന്നാണ് കരുത്ത് കിട്ടിയത്? അത് മുഖ്യമന്ത്രിയിൽ നിന്നാണ്. സലീം രാജിനെ കുറിച്ച് പരാതിപ്പെട്ടവർക്കെല്ലാം മുഖ്യമന്ത്രി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്നതാണ് അനുഭവം. ഇതാണ് എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച ഭൂമി നഷ്ടപ്പെടുന്ന അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ പരിശോധിച്ച ഇവരെല്ലാം ചൂണ്ടിക്കാട്ടിയത്. മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഒരു പരാതി, ഈ പരാതിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഫലപ്രദമായ ഒരു നടപടി അദ്ദേഹത്തിൽ നിന്ന് ഏത് ഇരകളും പ്രതീക്ഷിക്കും. പക്ഷേ ഇരകളുടെ കൂടിയല്ല നിന്നത്, വേട്ടക്കാരന്റെ കൂടിയാണ് നിന്നത്. അതാണ് പരിഗണിക്കുന്നത്. ജുഡീഷ്യറിയും പരിശോധിച്ചത് അതാണ്. അതുകൊണ്ട് തന്നെ ജുഡീഷ്യറിയുടെ വിലയിരുത്തൽ മാനിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. അത് ചെയ്തില്ല എന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന അഭിപ്രായം ഉയർന്നു വന്നത്. ശ്രീ MV ജയരാജൻ, ജുഡീഷ്യറിയിൽ നിന്ന് ഇത്തരം വിമർശനങ്ങൾ മുൻകാലത്തും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മണ്ഡലത്തിൽ ഒരു കൊലപാതകം നടന്നപ്പോൾ അത് പരിഗണിക്കവേ കോടതി പറഞ്ഞത് ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലത്തിൽ ഇങ്ങനെയാണ് സ്ഥിതിയെങ്കിൽ ഈ സംസ്ഥാനത്ത് ക്രമസമാധാന പാലനമുണ്ടോ എന്നാണ്. അത് ചോദ്യം ചെയ്ത് അന്നത്തെ LDF സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി പറഞ്ഞത് ഇത്തരം പൊതുവൽക്കരിച്ചുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ഇത്തരം പരാമർശങ്ങളെ അത്ര ഗൗരവത്തിലെടുത്ത് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടേണ്ട കാര്യമുണ്ടോ? അല്ല, അങ്ങനെയൊരു
സുപ്രീം കോടതി വിലയിരുത്തലോ തീരുമാനമോ ഈ കേസിൽ വന്നില്ലല്ലോ. ഈ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് വന്ന പരാമർശമാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. ഇവർ ഉപരിക്കോടതിയിൽ പോയി സലീം രാജ് ഒരു തെറ്റും ചെയ്യാത്ത ആളാണ് എന്ന് കോടതിയുടെ മുമ്പാകെ വസ്തുതകൾ സഹിതം അവതരിപ്പിച്ച് സലീം രാജിനെ രക്ഷപ്പെടുത്താൻ നോക്കുകയാണോ? ഇവിടെ മറ്റ് ഏതെങ്കിലും ഒരു വിലയിരുത്തൽ പോലെയല്ല കോടതി ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. അന്ന് കേരളത്തിലെ ക്രമസമാധാന പരിപാലനത്തെക്കുറിച്ചുള്ള തെറ്റായ പരാമർശമാണെങ്കിൽ അത് ഏകപക്ഷീയമാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് അത് കോടതിയിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ്. സുപ്രീം കോടതി ആ പരാമർശം നീക്കം ചെയ്തു. ഇവിടെ തട്ടിപ്പ് നടത്തി എന്നുള്ളത് വസ്തുതയല്ലേ? ഇപ്പൊ KPCC പ്രസിഡന്റ് പറഞ്ഞു. എന്താണ്, ആരാണ് കുറ്റം ചെയ്തത്? അയാൾ ശിക്ഷിക്കപ്പെടണം. അപ്പൊ കുറ്റം ചെയ്ത കുറ്റവാളി സലീം രാജാണ്. ആ സലീം രാജ് മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ്. ആ ഗൺമാൻ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഭൂ ഉടമകളെ ഭീഷണിപ്പെടുത്തി തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി കൃത്രിമ രേഖയുണ്ടാക്കാൻ പരിശ്രമിച്ചത്. റവന്യൂ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ നടത്തിയ അന്വേഷണത്തിലൂടെ വ്യാജരേഖയുണ്ടാക്കി എന്നത് തെളിഞ്ഞു. ഇത് നടത്താൻ ഒരു ഗവൺമെന്റ് പദവിയിലുള്ള ഒരാൾക്ക് സാധാരണഗതിയിൽ സാധിക്കില്ല. ഭരണത്തിന്റെ അകത്തളങ്ങളിൽ സ്വാധീനമുള്ള ഒരാൾക്കേ കഴിയുള്ളൂ. അതാണ് ജുഡീഷ്യറി കണ്ടെത്തിയിട്ടുള്ളത്. മടങ്ങിയെത്താം വിജയരാജൻ താങ്കളിലേക്ക്. താങ്കൾ അല്പസമയത്തിനകം ഈ ചർച്ചയിൽ തത്സമയം തന്നെ ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, ഇവിടെ MV ജയരാജൻ ചൂണ്ടിക്കാണിച്ച കാര്യം ഭരണകൂടത്തിൻ്റെ സ്വാധീനം, അധികാര കേന്ദ്രങ്ങളിലുള്ള സ്വാധീനം, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകൾക്ക് കളമൊരുക്കിയത് എന്ന ആക്ഷേപം അത് തന്നെയാണ് പരാതിക്കാരും ഉന്നയിച്ചത്. പരാതി പറഞ്ഞവരെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇതിലൊന്നും ഒരു നടപടിയും ഉണ്ടാകാതിരിക്കുന്നു. FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ കേസിൽ സലീം രാജിനെതിരെ പ്രഥമ ദൃഷ്ട്യാ പരാതി നൽകിയിട്ട് പോലും, അല്ലെങ്കിൽ പ്രാഥമികമായ പരാതി നൽകിയിട്ട് പോലും അതിൽ സലീം രാജിൻ്റെ പേര് ഉൾപ്പെടുത്തുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തുന്നത്, ചില ഇടപെടലുകൾ നടത്തുന്നത്. അപ്പോൾ അതിനെ ആ പരാമർശങ്ങളുടെ പേരിൽ മാത്രം വിമർശിക്കുന്നത് ശരിയാണോ? അല്ല, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. അവിടെ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നില്ല. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഗൺമാനായിട്ടുള്ള ആളാണ് ഇതിനകത്ത് പ്രധാന കുറ്റക്കാരനായിട്ട് പേര് ചേർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അതെല്ലാം പരിഗണിച്ചിട്ടാണല്ലോ കോടതി അത് ഈ കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് CBIക്ക് അന്വേഷണം വിട്ടത്. അത് വളരെ ശരിയായിട്ടുള്ള നടപടിയാണ് കോടതി ചെയ്തത്. പക്ഷേ അതിനെക്കുറിച്ച് അദ്ദേഹത്തിനെ കേൾക്കാതെ, മുഖ്യമന്ത്രിയെ നേരിൽ കേൾക്കാതെ, അദ്ദേഹത്തിനെതിരെ ആവശ്യമില്ലാത്ത ഒബ്സർവേഷൻസ് അതൊരിക്കലും പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണ്. ആർക്കെതിരെ പറയണമെങ്കിലും അത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണ്. കേട്ടില്ലെങ്കിൽ നേരിട്ട് കേട്ടിട്ട് വേണം തീരുമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള ഒബ്സർവേഷൻസ് പറയേണ്ടത്. പക്ഷേ കോടതി ഇതെല്ലാം ബാക്കി വസ്തുതകളെല്ലാം മനസ്സിലാക്കിയിട്ട് ആണ് അത് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇതിന് അവിടെ സർക്കാർ ഫയൽ ചെയ്ത കൗണ്ടർ അഫിഡവിറ്റിൽ തന്നെ അവരതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഈ പരാതിക്കാരുടെ ആവശ്യം CBI അന്വേഷണമാണെന്നുള്ളത് കൊണ്ട് CBI അന്വേഷണം നടത്തുന്നതിന് സർക്കാരിന് പരാതിയില്ല, സർക്കാർ അതിനെ അംഗീകരിക്കുന്നു എന്നാണ് അവരുടെ കൗണ്ടർ അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ കൊണ്ട് ആ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം വേണമെങ്കിൽ കോടതിക്ക് തന്നെ, കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ നടത്താമായിരുന്നല്ലോ. നടത്തിയിട്ട് അതിനകത്ത് തെളിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് CBI അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്കിനെക്കുറിച്ച് കൃത്യമായ തെളിവുകളുണ്ടെങ്കിൽ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നതിന് തെറ്റില്ല. പക്ഷേ ഇവിടെ എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് CBIയുടെ കണ്ടെത്തലുകൾ വന്നതിന് ശേഷമായിരുന്നെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. കിഷോർ, സലീം രാജ് ഉൾപ്പെട്ട ഈ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതിൻ്റെ സ്വാധീനം അത് ഉണ്ടായിട്ടുണ്ട് എന്നതിന് ഈ പരാതി ഉന്നയിച്ച ആളുകൾക്ക് എന്തെങ്കിലും തെളിവ് ലഭിച്ചിട്ടുണ്ടോ? അതോ അവർക്ക് അത്തരത്തിൽ ദൃഢമായ സംശയം മാത്രമാണോ ഉള്ളത്?
ഞങ്ങളുടെ കൂടെയുള്ള ഒരാളായ ബാലസ്വാമിയെ സമീപിച്ച് പുള്ളിക്കാരൻ്റെ ഈ ത്രെട്ടനിങ്ങും ഇത്രയും വസ്തുക്കൾ ഞങ്ങളെ കൈവശമുണ്ട്, അപ്പോൾ ഞങ്ങൾ ഇതിൻ്റേതായ നടപടി എടുത്ത് ഞങ്ങളായി സഹകരിച്ചില്ലെങ്കിൽ സംഗതി വഷളാവുന്ന രീതിയിൽ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് പുള്ളിക്കാരനായിട്ട് ഒരു സംസാരം ഉണ്ടായി. അങ്ങനെയാണ് സലീം രാജിലെ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം പിന്നീടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പരാതികൾ കൊണ്ട് കൊടുക്കും തോറും ഈ പരാതിക്ക് നടപടിയൊന്നുമില്ല. എല്ലാം പേപ്പറിൽ ഒതുങ്ങിയ ഒരു വസ്തു പോലെ ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് മനസ്സിലായി ഈ പരാതിയൊന്നും കൊടുത്തിട്ടൊരു പ്രയോജനമില്ല. ഇത് സംഗതി വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരിനകത്ത് ഇടപെട്ടുള്ള കേസാണ്. വില്ലേജ് ഓഫീസർമാർ പോലും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പേടിക്കും. ഇത് സലീം രാജ് ഉൾപ്പെട്ട കേസല്ലേ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മോളിന്ന് വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നീതി നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ പരാതി പറയുന്നതിനായി മുഖ്യമന്ത്രിയെ എപ്പോഴെങ്കിലും നേരിട്ട് കണ്ടിരുന്നു? അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം അതെന്തായിരുന്നു? ഈ ഭൂമി തട്ടിപ്പ് കേസുമായി ആദ്യമായിട്ട് ഈ വ്യാജ തണ്ടപ്പേരും വ്യാജ പട്ടയവും പ്രമാണങ്ങളും ഉണ്ടാക്കുന്നത് ആയി ബന്ധപ്പെട്ട് സുതാര്യ കേരളം പരിപാടിയിൽ മലയാള മനോരമ പത്രത്തിൽ ഈ വാർത്ത വളരെ പ്രസിദ്ധമായി വന്നതിന് ശേഷം സുതാര്യ കേരളം പരിപാടിയിൽ പുള്ളിക്കാരൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ പരാതി കേട്ടിട്ടുള്ളതാണ്. ഇത് ഉടനെ പരിഹരിക്കണമെന്ന് പറഞ്ഞ് ജില്ലാ കളക്ടറിനെ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലാതെ ഈ പരാതിയിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ സുതാര്യ കേരളത്തിൻ്റെ ഓഫീസ് സമീപിച്ചു. ഈ പരാതിയുമേൽ കളക്ടർ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് വിവരാവകാശ രേഖപ്രകാരം ഞങ്ങൾക്ക് കിട്ടിയ മറുപടി. അപ്പോൾ സുതാര്യ കേരളം എന്ന് പറഞ്ഞ പരിപാടിയിൽ എന്ത് നീതിയാണ് ലഭിക്കുന്ന ആൾക്കാർക്ക്? മുഖ്യമന്ത്രി പറഞ്ഞാൽ പോലും ചെയ്യത്തില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ അങ്ങനെ ഒരു ബാഹ്യശക്തി ഉള്ളതുകൊണ്ടല്ലേ ഞങ്ങളെ പരാതിക്ക് നടപടി സ്വീകരിക്കാത്ത അവസ്ഥ ഉണ്ടായത്. വി പ്രകാശ്, ന്യായമായ സംശയമാണ് കിഷോർ ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തു. മുഖ്യമന്ത്രി അത് പരിഹരിക്കാമെന്ന് പറഞ്ഞു. ജില്ലാ കളക്ടർക്ക് ഫയൽ ഫോർവേഡ് ചെയ്തു. അതിനുശേഷം ഒന്നും സംഭവിച്ചില്ല. അതിനെ തുടർന്ന് നിരന്തരം പരാതികൾ കൊടുത്തിട്ടും ഒന്നും സംഭവിക്കാത്ത സാഹചര്യത്തിലാണ് അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നിയമത്തിൻ്റെ വഴിക്ക് നടക്കും എന്ന് കോൺഗ്രസിനും UDF സർക്കാരിനും മുഖ്യമന്ത്രിക്ക് തന്നെയും അവകാശപ്പെടാൻ സാധിക്കുക? കിഷോർ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. മുഖ്യമന്ത്രി അന്വേഷിക്കാൻ കലക്ടർക്ക് നിർദ്ദേശം കൊടുത്തു. സുതാര്യ കേരളത്തിൽ ധാരാളം പരാതികൾ വരുന്നതാണ്. ആ പരാതികളുടെ ഫോളോ അപ്പ് നടത്തേണ്ടതും അതിന് ബന്ധപ്പെട്ട ആളുകളാണ്. ഇവിടെ പ്രസക്തമായൊരു കാര്യം, കിഷോർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് ബോധപൂർവമാണെന്ന് ഞാൻ പറയുന്നില്ല, എന്തിൻ്റെ പ്രേരണയിൽ വിട്ടുപോവുകയാണ്. ഇവരെ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ അതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ഗവൺമെൻറ്റിനെ, മുഖ്യമന്ത്രിയെ ഇവർ നന്ദിപൂർവ്വം സ്മരിക്കുകയല്ലേ വേണ്ടത്? 2 ഘട്ടങ്ങളിൽ വാക്കാലും രേഖാപരമായിട്ടും ഹൈക്കോടതി അന്വേഷിക്കട്ടെ, CBI അന്വേഷിക്കട്ടെ, അതിനനുസൃതമായ ഉത്തരവ് കൊടുക്കാൻ ഗവൺമെൻറ്റിന് തടസ്സമില്ല എന്ന് ഇവരുടെ പരാതിക്ക് അനുകൂലമായ നിലപാട് കോടതിയിൽ സ്വീകരിച്ച മുഖ്യമന്ത്രിയുടെയും ഗവൺമെൻറ്റിൻ്റെയും നിലപാടുകൾ മുന്നിലില്ലേ? കിഷോർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ? ഇവിടെ കീഴ്വഴക്കങ്ങൾ ഉണ്ടല്ലോ, നിങ്ങൾ എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല? CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ വന്ന കേസുകളിൽ CBI അന്വേഷിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രഗത്ഭരായ അഡ്വക്കേറ്റ്സിനെ കൊണ്ടുവന്ന് വാദിച്ച കീഴ്വഴക്കങ്ങൾ കേരളത്തിലുണ്ടല്ലോ. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ കീഴ്വഴക്കം നിലനിൽക്കുകയാണല്ലോ. CBI അന്വേഷിച്ചോട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്ന ഉമ്മൻചാണ്ടിയും കേരളത്തിലെ ഗവൺമെൻറ്റും കിഷോറിൻ്റെ ആ ഒരു പരാതിയിൽ ഉറച്ചു നിന്നുകൊണ്ട് കിഷോർ സംസാരിക്കട്ടെ. ഈ ഗവൺമെൻറ് എടുത്ത നിലപാടുകൾ വൃഥാ കുറ്റപ്പെടുത്തി മറ്റാരുടെയും താല്പര്യത്തിന് കുറ്റപ്പെടുത്തി പോവുകയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച് ഹൈക്കോടതിയിൽ വന്ന ഈ കേസിൽ അതിൽ CBI അന്വേഷിക്കട്ടെ എന്ന നിലപാടല്ലേ ഗവൺമെന്റ് സ്വീകരിച്ചത്? MV ജയരാജൻ, ഇവിടെ വി പ്രകാശൻ പറയുന്നത് തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. കോടതി ഉത്തരവ് വന്നതിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത് CBI അന്വേഷണം ആകാം എന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ വാക്കാലും രേഖാമൂലവും ഹൈക്കോടതിയെ അറിയിച്ചത്. അത് ഹൈക്കോടതി അംഗീകരിച്ച അത്തരമൊരു വിധി പുറപ്പെടുവിച്ചതിൽ സന്തോഷമുണ്ട്. ഈ അന്വേഷണത്തിലൂടെ നീതി നടപ്പാക്കപ്പെടുമെന്നാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ എന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിശദീകരിക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ എന്തെങ്കിലും മറച്ചുവെക്കാനുണ്ടായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും CBI അന്വേഷണം വേണ്ട എന്നൊരു നിലപാടല്ലേ സർക്കാർ സ്വീകരിക്കേണ്ടിയിരുന്നത്? വീണിടം വിദ്യയാക്കുന്ന ഒരു മറുപടിയാണിത്. ഭൂമിയുടെ ഉടമകൾക്ക് നീതി ലഭിക്കില്ല എന്ന അഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇടപെടാമായിരുന്നു. അന്ന് സലീം രാജ് മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ്. ആ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് കള്ളപ്രമാണങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു
ഇരുത്തി ഭൂ ഉടമകളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. സമ്മർദ്ദത്തിലാക്കി ഭൂമി തട്ടിയെടുക്കാനുള്ള പരിശ്രമമായിരുന്നു. ഇത് സംബന്ധിച്ചാണ് സുതാര്യ കേരളത്തിൽ പരാതി നൽകിയത്. ആ പരാതിയിന്മേൽ കലക്ടറോട് അന്വേഷണം റിപ്പോർട്ട് ചെയ്യുക എന്ന സാങ്കേതിക കാര്യം മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ ഒരാൾ നടത്തുന്ന, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന തട്ടിപ്പിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ബാധ്യത. ഉടൻ അദ്ദേഹം അന്ന് സലീം രാജിനെ പുറത്താക്കിയിരുന്നുവെങ്കിൽ ഇതാ എൻ്റെ സ്റ്റാഫിൽ എനിക്കു കൂടി ചീത്തപ്പേരുണ്ടാക്കുന്ന വിധത്തിൽ ഭൂ തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കുന്നു. ഇനി അയാളുടെ സേവനം എനിക്ക് വേണ്ട. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഈ വാദം ഉയർത്താമായിരുന്നു. ഉമ്മൻചാണ്ടി ഭക്തന്മാർക്ക് അത് പറയാമായിരുന്നു. ഇന്ന് മറ്റൊരു നിർവാഹവുമില്ല. കാരണം ജുഡീഷ്യറി എല്ലാ തെളിവുകളും പരിശോധിച്ചിട്ടാണ് ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നത്. ആ നിഗമനം CBI അന്വേഷിച്ചാൽ കണ്ടെത്തുന്നതിനേക്കാൾ വലിയ നിയമപരമായ ധാർമ്മികമായ പരിഗണന അർഹിക്കുന്ന വിലയിരുത്തലാണ്. അതുകൊണ്ട് തന്നെ ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്, മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പം സലീം രാജ് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ഒരാൾ ഒരു തട്ടിപ്പിന് നേതൃത്വം കൊടുത്തു എന്ന പരാതി ഉയർന്നു വരുമ്പോൾ പാലിക്കേണ്ടുന്ന ധാർമ്മികമായ നടപടികൾ പാലിച്ചോ? ഇല്ല. അന്ന് സംരക്ഷിക്കുകയായിരുന്നു. ഇന്ന് ആര് വിചാരിച്ചാലും സലീം രാജിനെ സംരക്ഷിക്കാൻ കഴിയില്ല. അദ്ദേഹം ഗൺമാനായി ഇരിക്കുന്ന ഘട്ടത്തിലാണ് നിരവധി തട്ടിപ്പ് നടത്തിയത്. അദ്ദേഹം ഗൺമാൻ സ്ഥാനത്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് കോഴിക്കോട് വന്ന് കൊട്ടേഷൻ സംഘത്തിൻ്റെ പണിയെടുത്തത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുടെ അനുഗ്രഹവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പിന്തുണയും അദ്ദേഹത്തിന് കിട്ടിയത് എങ്ങനെ? അതിന് ധാർമ്മികമായ ഉത്തരവാദിത്വം ശ്രീ ഉമ്മൻചാണ്ടിക്കുണ്ട്. അതാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായ കാര്യം. അതുകൊണ്ട് കോടതി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ത് പറയുന്നു എന്ന് കേൾക്കാതെ ഒരു വിലയിരുത്തൽ നടത്തിയത് ശരിയല്ല എന്ന കേവലമായ അർത്ഥത്തിൽ ഈ പ്രശ്നത്തെ കണ്ടുകൂടാ. അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ ജുഡീഷ്യറി സൂക്ഷ്മമായി പരിശോധിച്ചിട്ടുണ്ടാവണം. സീസർക്കുള്ളത് സീസർക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന് എന്ന് പറയുമ്പോൾ നീതി ചെയ്താൽ മാത്രം പോരാ, നീതി ചെയ്തു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട്. ഇവിടെ നീതിമാനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നുവെങ്കിൽ അദ്ദേഹം അന്ന് സുതാര്യ കേരളം പദ്ധതിയിൽ തനിക്കൊരു പരാതി തൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടയാൾക്കെതിരായി കിട്ടിയപ്പോൾ മാറ്റി നിർത്തി അദ്ദേഹം അന്വേഷണം നടത്തണമായിരുന്നു. അത് ചെയ്തില്ല. അതുകൊണ്ട് സലീം രാജിന് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കള്ളത്തരങ്ങളും കാട്ടാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനം. വി പ്രകാശ്, ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കെതിരെ നേരത്തെയും മറ്റ് കേസുകളിലും പരാതികൾ ഉണ്ടായിരുന്നു. ഇത് ഇപ്പോൾ MV ജയരാജൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നേരത്തെ തന്നെ ഇത്തരം പരാതികൾ വന്ന സാഹചര്യത്തിൽ അവരെ മാറ്റി നിർത്താൻ മുഖ്യമന്ത്രി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾക്ക് കുറെ കൂടി കരുത്തുണ്ടാകുമായിരുന്നു. അതല്ലേ യഥാർത്ഥത്തിൽ വാസ്തവം? അത്തരമൊരു വീഴ്ച KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്റലിജൻസ് വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പുകൾ കൂടി പരിഗണിച്ച് വേണം പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ നിയമിക്കാൻ എന്ന് KPCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തല ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അദ്ദേഹം പറയുമ്പോൾ ആ ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവഗണിച്ചു എന്നൊരു സൂചന കൂടി അതിലുണ്ട്. അത്തരം വീഴ്ചകൾ മുഖ്യമന്ത്രിക്ക് പറ്റിയത് തന്നെയല്ലേ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകാൻ കാരണം? പേഴ്സണൽ സ്റ്റാഫിൻ്റെയൊക്കെ കാര്യത്തിൽ KPCC ചർച്ച ചെയ്തെടുത്തുകൊണ്ട് BM സുധീരൻ പ്രസിഡൻ്റായതിനു ശേഷം നടന്ന KPCC എക്സിക്യൂട്ടീവ് യോഗത്തിൽ പേഴ്സണൽ സ്റ്റാഫിൻ്റെ കാര്യത്തിലൊക്കെ ചില മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് പൊതുവായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ശ്രീ MV ജയരാജ് സൂചിപ്പിക്കേണ്ടായി. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, ഈ കേസ് CBIക്ക് വിടാൻ തീരുമാനമെടുത്തതിന് CPM സ്വാഗതം ചെയ്യുന്നുണ്ടോ? CPM പറയുന്ന നീതിബോധം കണ്ടിട്ട് നിങ്ങൾ ആലോചിക്കുക, കൊല്ലാൻ കൊട്ടേഷൻ സംഘങ്ങളെയും ഏറ്റെടുക്കാൻ പ്രതികളെയും ഒരുക്കി നിർത്തിയ ഒരു പാർട്ടിയാണ്. MV ജയരാജൻ കോർട്ടലക്ഷ്യത്തിന് ശിക്ഷിക്കപ്പെട്ട് ജാമ്യത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ്. ഇവരൊക്കെ ഇത്തരം പദപ്രയോഗങ്ങളൊക്കെ ഏതായാലും കോടതിയെക്കുറിച്ചും ജുഡീഷ്യറിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ വാസ്തവത്തിൽ വലിയ സന്തോഷം തോന്നുക. ഇവിടെ കിഷോർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് CBI
ഈ കേസ് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതിയിൽ കൊടുത്ത അപേക്ഷയിൽ അനുകൂലമായ നിലപാട് സ്വീകരിച്ച മുഖ്യമന്ത്രിയെയും ഗവൺമെൻറ്റിനെയും ആ നിലപാടിനെ ഇവരുടെ ആവശ്യത്തിനനുസരിച്ചല്ലേ അങ്ങനെ നിലപാട് സ്വീകരിച്ചത്. അതിന് അവരെങ്കിലും ഒന്ന് അംഗീകരിക്കണ്ടേ? കിഷോറിൻ്റെ ആവശ്യം എന്താ? തട്ടിപ്പിനിരയായി നീതി കിട്ടണം. അതിന് ഹൈക്കോടതിയിൽ പോയി CBI അന്വേഷിക്കണം. സർക്കാർ പറഞ്ഞു ശരി, അതിന് കിഷോർ അംഗീകരിക്കുകയല്ലേ വേണ്ടത്. ആ നിലപാടിനെ, കിഷോറിന് വേണ്ടിയാണ് MV ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കുന്നത് എങ്കിൽ ഗവൺമെൻറ് എടുത്ത നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ആദ്യം ആ ജയരാജൻ അതിനുള്ള മറുപടി ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഹൈക്കോടതിയിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഈ കേസിൽ CBI അന്വേഷണം വേണമെന്ന് ഉത്തരവ് വന്നിരിക്കുന്നു. അതിനെ സ്വീകരിക്കുന്നുണ്ടോ? ഈ കേസിൽ വൈകിയാണെങ്കിലും നീതി ലഭ്യമാക്കും എന്ന പ്രതീക്ഷ അത് കിഷോറിനെ പോലെയുള്ളവർക്ക് നൽകാൻ ഒരുപക്ഷെ ഈ കോടതി ഇടപെടൽ സഹായിച്ചേക്കും. അതിനെ സ്വീകരിക്കുന്നുണ്ടോ? ഏത് അന്വേഷണ ഏജൻസി അന്വേഷിച്ചാലും അന്വേഷണം ന്യായമായി നടക്കണം. ഇവിടെ ആദ്യഘട്ടത്തിൽ കേരള സർക്കാരും ഉദ്യോഗസ്ഥന്മാരും CBI അന്വേഷണത്തോട് യോജിച്ചിരുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ അഡ്വക്കേറ്റ് ജനറൽ അടക്കം ഹാജരായി സലീം രാജിനെ രക്ഷിക്കാനാണ് നോക്കിയത്. നാം ഈ കേസിൻ്റെ ചരിത്രം മുഴുവൻ പരിശോധിക്കണം. അപ്പോൾ മനസ്സിലാവും സലീം രാജിന് വേണ്ടി വാദിക്കുകയായിരുന്നു സർക്കാർ അഭിഭാഷകർ. അതിനെക്കുറിച്ച് ജുഡീഷ്യറി ചോദ്യം ചെയ്തല്ലോ. നിങ്ങൾക്കെന്താ സലീം രാജിനോട് ഇത്രമാത്രം സ്നേഹം? സലീം രാജിനെ കണ്ടാൽ എന്താ DGP ഭയപ്പെടുന്നത്? ഈ കേരളത്തിൽ ഒരു ഗൺമേനെ കണ്ടാൽ ഭയപ്പെടുന്ന പോലീസ് മേധാവി എങ്ങനെയുണ്ടാവും? അത് മുഖ്യമന്ത്രിയുടെ പ്രോത്സാഹനം കിട്ടാതെയൊന്നും സംഭവിക്കില്ല. അത് മലയാളികൾ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അന്വേഷണ ഏജൻസി ഏതോ ആവട്ടെ, അന്വേഷണം നടക്കട്ടെ, സത്യസന്ധമായി അന്വേഷണം നടക്കട്ടെ, അതിൽ കുറ്റക്കാരെ കണ്ടെത്തട്ടെ. അപ്പോഴും ശ്രീ ഉമ്മൻചാണ്ടിയുടെ പങ്ക് വ്യക്തമാണ്. പിന്നെ ജുഡീഷ്യറിയെപ്പറ്റി ഞാൻ നടത്തിയ ചില പരാമർശങ്ങൾ വ്യക്തിപരമായി നേട്ടം ഉണ്ടാക്കുന്ന ഒന്നല്ല. ഏതായാലും എൻ്റെ മാന്യ സുഹൃത്ത് ഞാൻ ജയിലിൽ കിടന്നതിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ടായല്ലോ. ഒരു കാര്യം വ്യക്തമാണ്, ജനാധിപത്യത്തിൽ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം പാതയോരങ്ങളിൽ പ്രകടനം നടത്തലോ പൊതുയോഗം നടത്തലോ സഞ്ചാര സ്വാതന്ത്ര്യം തടയാതെ എല്ലാവർക്കും കിട്ടണം. സമയപരിമിതി മൂലം ഇടപെടുന്നു. കിഷോറിലേക്ക്. ശ്രീ കിഷോർ, CBI അന്വേഷണം എന്തായാലും നിങ്ങളുടെ ആവശ്യം അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിനെയാണ് സർക്കാർ കോടതിയിൽ പിന്തുണച്ചതും. അതിൽ നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാകും. എങ്കിലും അന്വേഷണം ഇനിയും സുഗമമായി മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷ ഈ കേസിൽ നിരന്തരമുണ്ടായ സ്വാധീനങ്ങളെക്കുറിച്ച് നന്നായി അറിയാവുന്നതുകൊണ്ട് ഈ കേസിൽ ഇനിയെങ്കിലും അന്വേഷണം സുഗമമായി മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷ ലാൻഡ് ഓണേഴ്സ് അസോസിയേഷനുണ്ടോ? ഇവിടെ ആദ്യമായിട്ട് VV പ്രകാശ് സാറ് പറഞ്ഞ ഒരു കാര്യത്തിലൊരു തെറ്റുണ്ട്. കാരണം ഈ കേസ് ഹൈക്കോടതിയിൽ വരുന്ന ആദ്യമുള്ള സമയം MV ജയരാജൻ സാർ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഈ കേസ് CBIക്ക് വിടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഒബ്ജക്റ്റ് ചെയ്ത് ഗവൺമെൻറ് പ്ലീഡർ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു രണ്ട് സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള സിവിൽ കേസാണ്. ഞങ്ങൾ ഈ സിവിൽ കേസിൻ്റെ ബാക്കി കാര്യങ്ങൾ അനുസരിച്ച് ഞങ്ങൾ വിജിലൻസ് അന്വേഷണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് CBI അന്വേഷണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ തവണ ഒബ്ജക്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെ ഗവൺമെൻറ് തന്നെയാണ്. പക്ഷേ ഇതെന്തുകൊണ്ട് ഇപ്പോൾ അവർ ഗവൺമെൻറ് അനുകൂലമായ ഒരു CBI അന്വേഷണത്തിന് അനുകൂലമായ റിപ്പോർട്ട് കൊടുക്കാൻ ഒരു കാരണമേ ഉള്ളൂ. ഞങ്ങളുടെ കംപ്ലീറ്റ് രേഖകളും പരിശോധിച്ച് ഗവൺമെൻറ് ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലായി ഇത് CBI അന്വേഷിച്ചാൽ മാത്രമേ ഇത് നിലനിൽക്കുകയുള്ളൂ ഈ കേസ്. അല്ലെങ്കിൽ ഈ കേസ് റെഫർ ചെയ്യാനോ പുറന്തള്ളപ്പെടുവാനോ ഈ വന്നിട്ടുള്ള ആൾക്കാർക്ക് നീതി നിഷേധിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ തെളിവ് സഹിതം നിരത്തിയ ശേഷമാണ് ഗവൺമെൻറ് പല പത്രങ്ങളിലും ഗവൺമെൻറ് CBI അന്വേഷണത്തിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരുപാട് നിരൂപണങ്ങൾ പത്രങ്ങളിലും ചാനലുകളിലും വന്ന ശേഷം മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഞങ്ങൾക്ക് CBI അന്വേഷണത്തിൽ ഒരു പ്രശ്നവുമില്ല, CBI അന്വേഷിക്കണമെങ്കിൽ അന്വേഷിച്ചോട്ടെ എന്നൊരു രീതിയിൽ ഈ കേസ് നമുക്ക് അനുകൂലമായിട്ട് തന്നെ ഉള്ള രീതിയിൽ അവർ ഒരു ലെറ്റർ ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. അവസാനമായി ഉണ്ണികൃഷ്ണനിലേക്ക്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കെതിരെ ആരോപണം ഉയരുന്ന ആദ്യത്തെ സംഭവമല്ല ഇത്. സോളാർ തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയരായ സ്റ്റാഫ് അംഗങ്ങളെ മുഖ്യമന്ത്രിക്ക് നീക്കി നിർത്തേണ്ടി വന്നിരുന്നു.
അതിനു പുറമെയാണ് സലീം രാജിനെതിരായ ആരോപണം. ഇത്തരത്തിൽ പല ആരോപണങ്ങളും ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയരുമ്പോൾ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് ചില പരാമർശങ്ങളെങ്കിലും ഉണ്ടാകുന്നത് അത് പൊതുസമൂഹത്തിനും ഭരണ നേതൃത്വത്തിനും ഒക്കെ നൽകുന്ന സന്ദേശങ്ങളായി നമുക്ക് വ്യാഖ്യാനിച്ചുകൂടെ? അല്ല, പരാമർശങ്ങൾ പലതും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പരാമർശങ്ങൾ. പക്ഷേ ഇതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിലിരിക്കുന്ന ആളെ പറ്റി പരാമർശങ്ങൾ പറയുമ്പോൾ ആ പരാമർശിക്കപ്പെടുന്ന ആൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊരു അവസരം കൊടുക്കണം, അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാൻ. ആ അവസരം കൊടുത്തിട്ടില്ല ഇവിടെ. പേഴ്സണലായിട്ടുള്ള അലിഗേഷൻസ് അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കണം. അത് ഭരണഘടനയിലുള്ള നമ്മുടെ ഒരു അവകാശമാണ്. ആ സ്വാഭാവിക നീതിയുടെ ലംഘനമാണ് ഇവിടെ നടന്നതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയോ ഗവൺമെൻറ്റോ മേൽക്കോടതിയിൽ അപ്പീൽ കൊടുക്കുകയാണെങ്കിൽ ഈ ഒബ്സർവേഷൻസ് എല്ലാം എക്സ്പെൻസ് ചെയ്യും വളരെ ഈസി ആയിട്ട്. പക്ഷേ CBI അന്വേഷണം നടക്കും, അതാണിപ്പോൾ വരാൻ പോകുന്നത്. പക്ഷേ ഏതെങ്കിലും രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇത് കോടതി പറഞ്ഞിരുന്നുവെങ്കിൽ അത് വളരെ ശരിയായിട്ടുള്ള കാര്യം ആണെന്നും പൊതുസമൂഹത്തിന് നന്മ ഉണ്ടാക്കുന്നതാണെന്നും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെ കൂടെ കേട്ടിട്ടാണ് ഇത് പറഞ്ഞതെങ്കിൽ വളരെ കറക്റ്റാണ്. അദ്ദേഹത്തിനെ കേട്ടിട്ടില്ല ഇവിടെ. അദ്ദേഹം പേഴ്സണലായിട്ട് കക്ഷിയല്ല അതിനകത്ത്. വളരെയധികം നന്ദി ശ്രീ ഉണ്ണികൃഷ്ണൻ. ഒപ്പം MV ജയരാജൻ, VV പ്രകാശ്, കിഷോർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.